പെരുമാതുറ മുതലപ്പൊഴിയിൽ അപകട പരമ്പര തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ അപകടത്തിലും 2 പേർക്കാണ് ജീവൻ നഷ്ടമായത്. മുതലപ്പൊഴിയിലെ അപകടങ്ങൾക്ക് പ്രധാന കാരണമായ അഴിമുഖത്തെ മണൽ നീക്കാൻ NHAയുമായി സഹകരിക്കാനുള്ള ആലോചനയിലാണ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ്. ആവശ്യങ്ങൾ പരിഗണിക്കാതെ ശത്രുപക്ഷത്താണ് ഉദ്യോഗസ്ഥർ തങ്ങളെ കാണുന്നതെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. പെരുമാതുറ മുതലപ്പൊഴിയിലെ അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണമാണ് അപകടങ്ങൾക്ക് കാരണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ഏറെ നാളായുള്ള പരാതി. ഈ അശാസ്ത്രീയ നിർമ്മാണം കാരണമാണ് അഴിമുഖത്ത് മണൽ അടിഞ്ഞുകൂടുന്നത്. വള്ളങ്ങൾ മറിഞ്ഞുള്ള അപകടങ്ങൾ നിരവധിയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ അപകടത്തിലും 2 പേർക്ക് ജീവൻ നഷ്ടമായി. ഇതുവരെ 79 പേരുടെ ജീവനാണ് മുതലപ്പൊഴിയിൽ നഷ്ടമായത്. പരിക്കുപറ്റി വീടുകളിൽ കഴിയുന്നവരും ഏറെയാണ്. അഴിമുഖത്ത് അടുങ്ങിക്കൂടി കിടക്കുന്ന മണൽ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് കണ്ണൂർ അഴീക്കൽ തുറമുഖത്ത് നിന്ന് ഈ കാണുന്ന ചന്ദ്രഗിരി എന്ന് പറയുന്ന ഡ്രഡ്ജർ പെരുമാതുറ മുതലപ്പൊഴിയിലേക്ക് എത്തിച്ചത്. ഡ്രഡ്ജർ എത്തി 3 മാസം പിന്നിടുകയാണ്. പക്ഷേ തുടർച്ചയായി 5 ദിവസം പോലും പണിയെടുക്കാൻ ഈ ഡ്രഡ്ജറിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇവിടെയുള്ള തൊഴിലാളികളെ ശത്രുവശത്ത് നിർത്തുന്ന രീതിയിലാണ് കണ്ടത്. കാര്യം അന്ന് ഈ മണൽത്തിട്ട ഇവിടെ മൂടിക്കിടന്ന അഴിയിലെ മണലുകൾ ഇവിടെ കൂമ്പാരം പോലെ മണൽ കൂട്ടിയിട്ടപ്പോൾ ഇവിടെ പൊഴി മുറിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്, ഈ മണൽത്തിട്ടകൾ മുഴുവനും മാറ്റാത്ത രീതിയിൽ പൊഴി മുറിച്ചാൽ ഇവിടെ നിന്ന് ഈ രൂപം കൊണ്ടിരിക്കുന്ന മണൽത്തിട്ട ഒരു കാര്യത്തും പിന്നെ ഇത് മാറത്തില്ല. മുതലപ്പൊഴിയിലെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം അടുങ്ങിക്കൂടി കിടക്കുന്ന മണലാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് റോഡ് നിർമ്മാണത്തിനായ ആവശ്യവും ഇതേ മണൽ തന്നെയാണ്. അതുകൊണ്ടാണ് അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഡ്രഡ്ജിംഗ് നടത്താനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് എത്തിയിരിക്കുന്നത്. മുതലപ്പൊഴിയിൽ ഓരോ തവണ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തെത്തും. മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം തണുപ്പിക്കാൻ ഓരോ പുതിയ പദ്ധതികളുമായി ബന്ധപ്പെട്ടവരുമെത്തും. പക്ഷേ നാളിതുവരെ ഒരു പദ്ധതിയും ഇവിടെ പൂർണ്ണമായി നടപ്പിലായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും അപകടങ്ങൾ മുതലപ്പൊഴിയിൽ ഉണ്ടാകുന്നത്, ഓരോ ജീവനും നഷ്ടമാകുന്നതും. രതീഷ് വെൺപകലിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.